നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ പറ്റിയത്? ഇപ്പൊ നമ്മുടെ 2026 ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞു. വളരെ ദയനീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് കാര്യങ്ങൾ എനിക്ക് ഒരു കോമൺ മാൻ, സാധാരണനായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. 2016 തൊട്ട് 2026 വരെ ഏകദേശം 10 വർഷമായിട്ട് നമ്മുടെ എക്സ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ് നമ്മൾ ഭരിച്ചിരുന്നത്. കമ്മ്യൂണിസം എന്നൊരു ബേസിക് ആശയമുണ്ട്, ബൂർഷ്വ ആൻഡ് പ്രോളറ്റേറിയറ്റ്. അതായത് ഒരു മുതലാളിയുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വത്ത് കാര്യങ്ങൾ വീതിച്ച് എല്ലാവർക്കും ഈക്വലായി കൊടുക്കുന്ന കാര്യം. ഇപ്പോഴത്തെ കമ്മ്യൂണിസം ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും വേണ്ട. ഇപ്പൊ കുറച്ചു കാലമായിട്ട് കമ്മ്യൂണിസത്തിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം വല്ലപ്പോഴേ കാണാറുള്ളൂ. ഇപ്പൊ ഇലക്ഷനാണ് ഇപ്പൊ അടുത്ത് കാണാൻ തുടങ്ങിയത്. പകരം കാണുന്ന എന്താ വെച്ചാൽ XCMന്റെ മുഖമാണ് ഇപ്പൊ എല്ലായിടത്തും കാണാം. ഫ്ലക്സുകളായിട്ടും ഹോർഡിങ്സ് ആയിട്ടും. കൊച്ചി തൃശ്ശൂർ ഹൈവേയിലൊക്കെ ഇഷ്ടംമാരുണ്ട്. ഒരാൾക്ക് സ്വന്തം കഴിവിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? LDF അല്ലാണ്ട് മറ്റാരുണ്ട്? മറ്റാൾക്കാരുണ്ട്. അത് ഇത് മനസ്സിലായില്ലേ? ധാർഷ്ട്യം, ധിക്കാര്യം, കടക്ക് പുറത്ത്. വേണേ വീട്ടിൽ പോയി ചോദിച്ചോ. ഇങ്ങനെയൊക്കെയാണോ നമ്മളെ സാധാരണ ആൾക്കാരോട് പെരുമാറേണ്ടത്? ഇനി വെസ്റ്റ് ബംഗാളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി. ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, ഇവർക്ക് കുറെ വർഷങ്ങളായിട്ട് ഭരിച്ച് കമ്മ്യൂണിസം എന്ന കോൺസെപ്റ്റ് തന്നെ ഇല്ലാണ്ടായി. ഇതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. കമ്മ്യൂണിസം ബേസിക്കലി പറയുന്ന കാര്യമാണ്. ഇതിൽ വ്യക്തികളില്ല, പാർട്ടിയാണ് മുഖ്യം. ഇനി വരുന്ന നേതാക്കൾ പാർട്ടിന്റെ ഭാഗമായിട്ട് നിന്ന് അല്ലാണ്ട് ഒരു വ്യക്തിത്വമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനല്ല നോക്കേണ്ടത്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാർട്ടി ഈസ് ദ ഫസ്റ്റ് തിങ്. ഏത് പാർട്ടിയാണെങ്കിലും ഏതാനും കുറച്ച് വ്യക്തികളുടെ മേൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല. ആസ് എ പാർട്ടി, ആസ് എ ഹോൾ, ആസ് എ യൂണിറ്റ്, ആസ് എവറിത്തിങ്. ഇപ്പൊ കണ്ണൂർ തന്നെ പല ആൾക്കാർ വിമതരായി നിന്ന് അവരെ കുട്ടുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടിച്ച് കണ്ടില്ല. ഇതൊരു പാടാവട്ടെ. അടുത്ത ടേമിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷനായി മാറട്ടെ. കമ്മ്യൂണിസം വളരട്ടെ, പ്രതിപക്ഷം ഉണ്ടാവട്ടെ, നാട് നന്നാവട്ടെ. ഒരു ഐഡിയൽ കേസ് സ്റ്റഡി ഫോർ ഫെയിലിയർ ഓഫ് മാനേജ്മെന്റ് ആൻഡ് പവർ മിസ്യൂട്ടിലൈസേഷൻ. കാരണം ഈ ഫ്ലക്സ് ഹോർഡിങ്സ് ഒക്കെ നമ്മുടെ പബ്ലിക് റിലേഷൻ ഫണ്ട് എന്നാണ് പോയത്. ഇതൊക്കെ നമ്മളെ ടാക്സ് തന്നെയാണ്, വേറെ ആരുമല്ല. അവർ കൈ നിർത്തി കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നവകേരള സദസ് പോലെ കുറെ കാട്ടിക്കൂട്ടലുകളും എന്തിനോ വേണ്ടി എല്ലാ MLA-മാരും കൊണ്ട് കറങ്ങി നടന്നൊക്കെ എന്തിനായിരുന്നു? ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ കൂടെ നിന്ന് സംവദിച്ച് പണ്ട് ഉമ്മൻചാണ്ടി ചെയ്ത പോലെയോ EK നായനാർ പോലെയോ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ അങ്ങനെ പരിപാടിയോ ഒന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കുറെ മുഖ്യമന്ത്രിമാർ, അച്യുതാനന്ദൻ ആവട്ടെ, നമ്മുടെ EK നായനാർ ആവട്ടെ, നമ്മുടെ EMS ആവട്ടെ, ഇങ്ങനത്തെ ഒരുപാട് പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർ പല കാര്യങ്ങളും കേരളത്തിന് വേണ്ടി ചെയ്ത പോലെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ജനങ്ങൾക്ക് ഓബിയസ്ലി ദേഷ്യം വരും. ഒരു കാര്യം PR വർക്കിലല്ല, ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ ജനങ്ങൾ എന്നും കൂടെ ഉണ്ടാവുള്ളൂ. പാർലമെന്റ് ഇലക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ മുമ്പ് സൂചന കിട്ടിയിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചാലും ജനങ്ങൾ കൂടെ ഉണ്ടാവുന്നില്ല. ആത്മവിശ്വാസം ഇതൊക്കെയാണ് ഇവിടെ എത്തിച്ചത്. ഇനിയിപ്പോ അങ്ങനെ പറയാൻ പോണ കാര്യച്ചാൽ കോൺഗ്രസ് വരികയാണെങ്കിൽ 4 മുഖ്യമന്ത്രിമാര് ഉണ്ടല്ലോ നിങ്ങളുടെ ലിസ്റ്റിൽ. കുറെ പേര് ആരാണ് ഇനി വരാൻ പോണത്? കഴിവുള്ള 3-4 ആൾക്കാരുണ്ടാവണാണ് നല്ലത്. അല്ലാണ്ട് ഒരു ഒറ്റ ആളുടെ ഏകാധിപത്യത്തിൽ മാത്രം നിൽക്കേണ്ട കാര്യമല്ല. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. എന്റെ മാത്രം അഭിപ്രായം എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയണമല്ലോ.